അസ്സലാമലൈക്കും. വലൈക്കും സലാം. അപ്പൊ അങ്ങനെ സ്ഥലം പറയുമ്പോ ഞാൻ മടക്കി അതാണ് വേണ്ടിയത്. പിന്നെ ഞങ്ങൾ കൊറേ ആയിപ്പോ വീഡിയോ കൊടുത്തു. ഞങ്ങൾ അന്ന് ആ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് വെറുതെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഞങ്ങൾക്ക് ഒരു പൂതി ഒരു വീടിന് ആൾക്കാർ കണ്ടോട്ടെ വെച്ചിട്ടേ പിന്നെ നമ്മളൊരു ഓർമ്മയല്ലേ ഇതൊക്കെ അല്ലേ. ഞങ്ങളെല്ലാരും കാണുന്നതാണ് ഞങ്ങൾക്ക് വലിയ രസമാണ്. ഞങ്ങൾക്ക് രസമാണ് ഞങ്ങളെ വീഡിയോ കാണാൻ. ഞങ്ങളത് കാണും. അപ്പൊ നിങ്ങളും കണ്ടോണ്ടി. പിന്നെ ഇതാണ് ഞങ്ങളെ ഔല്. ഇതാണ് ഞങ്ങളൊരു പ്രൊഡക്റ്റ് അവല് വിളയിച്ചത്. ആർക്കും ആണെങ്കിലും ഇപ്പൊ വന്നാ കിട്ടും. വരണമെന്നൊന്നുമില്ല. അടുത്തുള്ളവരൊക്കെ കാണുകയാണെങ്കിൽ പോരി. അടുത്തുള്ളവരൊക്കെ കാണുകയാണെങ്കിൽ വന്നോട്ടെ. പിന്നെ ബസ് കയറി വരുന്നവർക്കാണെങ്കിൽ ഞങ്ങള് കൊറിയർ അയച്ചു. നമ്മളെ ബസ്സും കായും കൂടി നിങ്ങൾക്ക് ലാഭം. പിന്നെ പിന്നെ ഇജ്ജൊന്നും ഉണ്ടാത്ത് നിങ്ങള് പറയും. ഇജ്ജ് പറയും വേറെ കുടിക്കണം ഇവിടെ കാണാന്. അവർക്ക് കാണുന്നുണ്ട്. നിങ്ങള് പറഞ്ഞാ മതി. പിന്നെ ദിനത്തിന് മുന്നേ എന്തൊക്കെയുണ്ട് വർത്താനം? എന്റെ വർത്താനം എന്താ? സുഖം. മലയാളം അനക്കെന്താ പാട്? കൊഴപ്പൊന്നുമില്ല. എന്നോട് വയ്ക്കാത്ത എന്താ? നിങ്ങളോട് ഞാൻ നിങ്ങളെ വർത്താനം ഇത് പരമസുഖം. എന്താ പരമസുഖത്തിനൊരു പരമസുഖം. അങ്ങനെ കാര്യന്റെ ടൈപ്പല്ല. സുരേഖതാത്തൊന്നും ഉണ്ടായില്ലേ നമ്മളെ വീഡിയോ? സുരേഖാതൊന്നും ഉണ്ടായില്ല. സുരേഖാതാൻ എന്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല പാട്ട് നല്ല പാട്ട്. സുരേഖതാത്താന്റെ പാട്ടൊക്കെ എഡിറ്റിംഗ് ഒന്നും അറിയില്ല. എന്നാലും ഇതിന്റെ ഉള്ളിലൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾക്കൊക്കെ സുഖല്ലേ? എല്ലാവർക്കും സുഖല്ലേ? ഇത് കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ഇടാം. ഇനി നമുക്കിപ്പോ 93 സബ്സ്ക്രൈബേഴ്സ് ആയി. നിങ്ങൾ എന്നും സബ്സ്ക്രൈബ് ചെയ്തോണ്ടി. ഒരു 7 ആളും കൂടി ചെയ്താലല്ലേ 100 കാണുമ്പോ നിങ്ങള് കൊറേ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേക്ക് മുറിക്കും. കേക്ക് മുറിക്കുമ്പോ നമുക്ക് അവർക്കൊക്കെ ഓരോ കഷ്ണം കൊടുക്കാം. എങ്ങനെ കൊടുക്കല്? നമുക്ക് ഇങ്ങനെ ക്യാമറയിൽ ക്യാമറ ഉള്ളു കൂടി തരണ്ടേ. എന്നാലും വേണ്ടി ഞങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും. നിങ്ങൾക്കാണെങ്കിൽ ഇത് ഇരുന്നിട്ട് ഇതിങ്ങനെ നുള്ളി തിന്നാനായിട്ട് ഉണക്കമീന്റെ അടുത്ത് പൂച്ചനെ എത്തിയ പോലെ. അല്ല ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല. ഭയങ്കര ടേസ്റ്റ് ആണ്. ടേസ്റ്റോണ്ട് ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് ഇനിയിപ്പോ ഞങ്ങൾക്ക് 5 കിലോ അപ്പൊ ഒരു 5 അല്ല 10. നമുക്ക് 10 കിലോ. ഒരു കടയിലേക്ക് ഇപ്പൊ ഫസ്റ്റില് 5 കിലോ കൊടുക്കണം. പിന്നെ 2 കിലോ വേറെ കൊടുക്കണം. അങ്ങനെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു 10 കിലോ ഓർഡർ ഉണ്ട്. ഇതേപോലെ പഠിച്ചതിന് കൂടുതലല്ലേ ഇതിനേക്കാൾ കൂടുതൽ ഓർഡറുകൾ അങ്ങ് കിട്ടട്ടെ. നിങ്ങൾ കൂടി പ്രാർത്ഥിക്കും. ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ള 2 ആളില്ല. അത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ. ജാസ്മി ആയാലും സുരേഖത്തായാലും ഞങ്ങൾ കൊറേ സങ്കടപ്പെട്ടു. ഇപ്പൊ നിലവിളിച്ചിരിക്കള്. അവരിപ്പോ ഡോക്ടറെ പോയതാണ്. ജാസ്മിന്റെ വീട്ടില് ഉമ്മക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളെ കൊച്ചു ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു കൊച്ചു വിശേഷങ്ങള്. നമ്മൾക്ക് എന്താ അറിയോ, ഒരു പേടിയില്ല. എന്തോ ഒരു ചമ്മലല്ലേ നമ്മളീ വർത്താനം കേൾക്കുമ്പോ മറ്റുള്ളവരെന്താ ആരെന്ത് വിചാരിച്ചാലും വേണ്ടിയില്ലാന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോഴൊക്കെ ആൾക്കാർ കേൾക്കുന്നുള്ള ചമ്മല് അതന്നെ. എന്താപ്പാ അപ്പൊ വിശേഷങ്ങളൊക്കെ നമ്മളൊക്കെ നമ്മളാ ഒരു ചെറുപ്പം തൊട്ടന്നെ സംസാരിച്ച് വന്ന ഒരു ശൈലിയിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവരപ്പം കൂടിയപ്പോ കുറച്ചും കൂടി കൂടിയെന്നുള്ളൂ. അതന്നെ നമ്മൾ ആദ്യം നല്ല പോരെന്നില്ലേ. അല്ല ഞങ്ങള് തന്നെ ഉണ്ടെങ്കില് അല്ലല്ല ഞങ്ങൾ തന്നെ ഇങ്ങനെ ഞങ്ങൾ
ഞങ്ങൾ തന്നെ ഞങ്ങള് ഞങ്ങളെന്നും പറയും ഞമ്മളെന്നും പറയും നമ്മളെന്നും പറയും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇനിയിപ്പോ എന്താ പറയാ, ഇനി നാളെ കാണാം നമുക്ക്. നാളെ കാണാന്ന് പറഞ്ഞ നമ്മള് പോയതായിരുന്നു അല്ലേ. പിന്നെ ഇപ്പൊ കൊറേ ആയി, ഒരാഴ്ചയോളായി ഇപ്പൊ. അതിന്റെ ഇടയിൽ ഞങ്ങളൊന്ന് കോഴിക്കോട് പോയി ഒന്ന് ബീച്ചൊക്കെ ഒന്ന് കണ്ടു വന്നു. അത് നമ്മള് അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിക്കണം. അതൊക്കെ ഒന്ന് പോയി കണ്ടുവരും. ഞങ്ങൾ പോയി വന്നത് ഞങ്ങള് പോണ ഭാഗങ്ങൾ ഇനി ഞങ്ങള് ഇവർക്കുണ്ട്, കോയമ്പത്തൂരും ഉണ്ട്. അപ്പൊ ഞങ്ങള് കോയമ്പത്തൂരിന്ന് ഞങ്ങളെ ഈ ബേബി വരൂലെന്നാ പറഞ്ഞത്. വിജയ് സാധനം ഇവിടെ കൂർത്ത് കൂടാൻ പറ്റണേ. അപ്പൊ ഞങ്ങളപ്പം ഇത് വരുമ്പോഴേ വല്ലാത്തൊരു കുറവ്. ഇനി വെളി കൂടി കണ്ടിട്ടുണ്ടായി നിങ്ങളെ മോളാണോന്ന് ചോദിക്കും. അപ്പോഴൊരു അത് രസം ഉണ്ടായി മക്കളെ. നിങ്ങളൊന്ന് കാട്ടോളി. ഒരു കടയിൽ ഞങ്ങള് കേറി. ഞങ്ങൾ കടയിൽ കയറിയപ്പോ ഇവിടെ മോളാണ് ഞാൻ. അല്ല ജാസ്മിൻ, അല്ല അങ്ങനെ പറഞ്ഞു എന്റെ മോളാണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞെന്ന് അറിയുക, ഇവിടെ മോളാണ് ഞാൻ, എന്റെ മോളാണ് ജാസ്മിൻ തന്നെ. അപ്പൊ ആ കാർക്കാർക്ക് ആകെ കൺഫ്യൂഷനായി, എന്താ ഇപ്പൊ ഇവര് ഈ പറയണേന്ന്. ഇവളും കൂടി വേണ്ടി. അപ്പൊ ഇവളാണ് എന്റെ അമ്മ ആണെങ്കിൽ പറയുന്നത്. ഇവളും അങ്ങനെ വന്നത്. എന്താ കാട്ടുക, നമ്മളൊരു പ്രായം കുറവേ. നമ്മൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ പറയും എനിക്ക് 25, ഇവക്ക് 30, ഇവക്ക് 40. അപ്പൊ അങ്ങനെ സത്യം പറയാ, എനിക്ക് 53 വയസ്സ്, എനിക്ക് 43 വയസ്സ്, എനിക്ക് 32 വയസ്സും. അപ്പൊ ഇവരെക്കാ ഇന്നൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വയസ്സുള്ള ഈ ആൾക്കാണ്. റംല താത്ത അല്ല, പിന്നെ സുലേഖ താത്ത. സുലേഖ താത്ത ഞങ്ങളെ അമ്മയാണ്. സുലേഖ താത്തക്ക് 56. എനിക്ക് എന്റെ ഏടത്തിയാണ്. അപ്പൊ പ്രായം ഒരു നമ്പറാണ് അല്ലേ? പ്രായം എന്ന് പറഞ്ഞൊരു നമ്പറാണ്. ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ഞങ്ങൾ എല്ലാരും സമപ്രായക്കാരാണ്. പ്രായം ഉണ്ടായെന്ന് പറഞ്ഞൊരു കാര്യം എന്താ കാട്ടപ്പോ നടന്ന് പക്വതയില്ലാതായിട്ടും പിന്നെ തീരെ ഒരു ബോധം മാറാത്ത ഒരു ഘട്ടത്തിലാണ് ഞാൻ. ഘട്ടത്തിലല്ല, കുട്ടിത്തം മാറാത്ത മയത്ത ഒരു കാട്ടിക്കൂട്ടല്ല ഞാൻ വരപ്പം വന്നിട്ട്. എന്താ ഞാൻ മാറാൻ കാട്ടുങ്ങൾ ഒരു മരുന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. അല്ല, കുട്ടിത്തപ്പൊ മാറേണ്ട സമയം ഞങ്ങളൊക്കെ കഴിഞ്ഞില്ലേ. കുട്ടിത്തം എന്റെ മക്കളെ പ്രായമുള്ള ആൾക്കാരൊപ്പം ഞാനാണ് ഇരുന്നിട്ട് ഈ കാട്ടിക്കൂട്ടല്. എന്താ ഇപ്പൊ കാട്ടുക, കുട്ടിത്തം മാറി. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മള് എല്ലാരും ഇതും അങ്ങനെ തന്നെ ആവും. കാരണം പ്രായം കൂടും തോറും നമ്മൾ എന്ത് വിചാരിക്കുന്ന അറിയാം, നമ്മളെ മനസ്സിന് പ്രായം തോന്നി കൂടൂല. നമ്മളെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോഴും ഒരു കുട്ടികളാണ്. പക്ഷെ എനിക്ക് പ്രായമൊക്കെ ഉണ്ട്. കുട്ടീന്ന് പേരോട് പറയണം. അല്ല, നമ്മള് മനസ്സിൽ ഇപ്പോഴും 18കാരാണ് അല്ലേ. +2 പഠിക്കണേ. ഇവിടെ നല്ല മഴക്കാറ്, നല്ല മഴയും പിന്നെ നല്ല മഴയാണ്. നല്ല ക്ലൈമറ്റ്. ഇന്നാലായിക്കോട്ടെ, എന്നാല് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. നാളെ കാണാം ഇൻഷാ അല്ലാഹ്. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് 100 ആക്കാൻ സഹായിക്കാം അല്ലേ. 100 ആയ പിന്നെ 101, 102 അങ്ങനെ അങ്ങോട്ട് കേറി പോവണം. അപ്പൊ എല്ലാരും അതിനുള്ളൊരു സഹായം ചെയ്തു തരാം അല്ലേ. ഞങ്ങക്ക് നിങ്ങളെ ഒരു നിങ്ങൾക്ക് അതിനുള്ള ഒരു മനസ്സുണ്ടെങ്കില് ഞാൻ ഏത് കാണുക സബ്സ്ക്രൈബും ചെയ്യൂ. നമ്മൾ ആർക്കെങ്കിലും റെഡി ആവട്ടെ എന്നുള്ളത് ഞാൻ എല്ലാവർക്കും ലൈക്ക് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യാം. കമന്റ് ചെയ്യാൻ നിക്കലില്ല. ഞാൻ ചെയ്യലുണ്ട്. കമന്റ് ആർക്കും ചെയ്യില്ല. നല്ലതാണെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിൽ ലൈക്ക് വായിച്ച് നോക്കി. ചില ടൈമിൽ അവര് എന്തെങ്കിലും അങ്ങനെ കമന്റ് ഇടുമ്പോൾ വീഡിയോ കമന്റ് വായിക്കുമ്പോ നമുക്കൊരു സന്തോഷല്ലേ. നമ്മളത് വായിക്കുമ്പോ നമുക്കൊരു സന്തോഷം തോന്നും. ഇനിയിപ്പൊ കുറ്റം പറഞ്ഞാലും എന്നാലും ഞങ്ങൾ ഇത്രയായിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ ആരും കുറ്റപ്പെടുത്തിയില്ല. ഇനിയിപ്പൊ ഈ വീഡിയോ എത്ര ആള് കാണും എന്നറിയാം. നീ കണ്ട എല്ലാവർക്കും നന്ദി അല്ലേ. കണ്ടവർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പൊ അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയില് കാണാം ഇൻഷാ അല്ലാഹ്. ടാറ്റ. ടാറ്റ.